നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഈ വർഷത്തെ ഒരു പക്ഷേ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണിത്. 2024 തീരുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സെമി ക്ലാസിക്കൽ ഐറ്റം കമ്പോസ് ചെയ്ത് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഇടാൻ പോവാണ്. നിങ്ങൾ ചോദിച്ച പല പാട്ടുകളുടെയും അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, കുറച്ച് തിരക്ക് കാരണം കൊണ്ടാണ്. ഏതായാലും സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഉമ്മയും അഞ്ജലിയുമാണ്. ഒരു ചെറിയ സെമി ക്ലാസിക്കൽ കീർത്തനമാണ്. വെങ്കിടാചല നിലയം എന്നുള്ള ഒരു കീർത്തനം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൽ മിസ്റ്റർ രഘു ആ കുട്ടിയുടെ പേര് എപ്പോഴും ഞാൻ മറന്നു, മിസ്റ്റർ രഘു സംതിങ്, ഒരു കന്നഡികയാണ്. നല്ല രഘുറാം നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടിരിക്കുന്ന ഒരു സെമി ക്ലാസിക്കലാണ്. ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ടാണ് അത് കമ്പോസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ് ചെയ്തോണം കേട്ടോ. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം, 3 വിരൽ ഇങ്ങനെ വച്ച് നിൽക്കുക. അതായത് ഭഗവാന്റെ ആ പ്രഭ കണ്ണ് തുറന്ന് കഴിയുമ്പോഴുള്ള ആ പ്രഭ എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ണ് മൂടി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. കൈ അർദ്ധചന്ദ്രൻ പിടിച്ച് ഇവിടെ വയ്ക്കുക. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. ഫസ്റ്റ് അങ്ങനെയാണ്. ടരടര ടര 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 ടര, ഇതാണ് അതിൻ്റെ ബിറ്റ് വരുന്നത്. അപ്പം 1 2 3 4 മുമ്പോട്ട് ചെയ്തേ. 1 2 3 4 1 2 1 2 3 4 1 2. ഓക്കെ, വളരെ എളുപ്പത്തിൽ കിട്ടും. 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 1 2 3. ഓക്കെ, രണ്ടാമത്തത് 1 2 3 1 2 3. then 1 2 3 4 1 2 3. ഒരു 1 2 3 കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്തേ. 3 4 തദ 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 1 2 3. ഓക്കെ, വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. അതായത് വെങ്കടാചലം അത് നിലയമാക്കിയിരിക്കുന്നത്, മുകളിൽ നമ്മളിങ്ങനെ പിടിക്കും. നിലയമാക്കിയിരിക്കുന്നത് ആരാണ്? വൈകുണ്ഠപുരവാസം, മഹാവിഷ്ണു. തൃപ്പതാക പിടിച്ചിട്ട് വൈകുണ്ഠപുരവാസം ഒന്നാമത്തെ. രണ്ടാമത്തത് അത് തന്നെ, വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. അപ്പോൾ ഈ കയ്യിൽ സർപ്പശിരസ് പിടിക്കണം. കൈ നമ്മൾ നീട്ടിയാണ് പിടിക്കുന്നത് കേട്ടോ. വൈകുണ്ഠപുരവാസം. അത് 2 എണ്ണം കഴിഞ്ഞു. ഓക്കെ, പങ്കജനേത്രം ഇരിക്കുക. പങ്കജനേത്രം പതുക്കെ പൊങ്ങി വാ. ഇരുന്നിട്ട് പതിയെ പൊങ്ങി വന്നിട്ട് 1 2 3 1 2 3 മുമ്പോട്ട് നടന്നു വരിക. 1 2 3 1 2 3. അതൊരു ദിത്തത്തെ. ഓക്കെ, അപ്പം 1 2 3 1 2 3 എടുക്കാം. ഒരു ഭംഗിയായിട്ട് എടുക്കുകയും ചെയ്യാം. പങ്കജനേത്രം. വീണ്ടും ഇരിക്കുക. പങ്കജനേത്രം, അടമി വേണം. നേത്രം പരമപവിത്രം. 1 2 3 1 2 3 പരമപവിത്രം. ഓക്കെ, അത് രണ്ടാമത്തെ. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക മൂന്നാമത്തെ. അപ്പോൾ പങ്കജനേത്രം പരമപവിത്രം. അപ്പം 3 പ്രാവശ്യമുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് ഒരുമിച്ച് എടുത്തേ. 3 4. പങ്കജനേത്രം 1 2 3 1 2 3. പങ്കജനേത്രം പരമപവിത്രം. പങ്കജനേത്രം പരമപവിത്രം. ശംഖചക്രഗത. ശംഖ് ചക്രം. ശംഖ് ഇടത്ത്, ചക്രം വലത്ത്. ദെൻ ഇത് വീണ്ടും അർദ്ധചന്ദ്രൻ. ഇവിടെ അലപത്മം. താഴേന്നൊന്നിരുന്ന് പൊങ്ങി നമ്മളിത് ഇങ്ങനെ വയ്ക്കും. അർദ്ധചന്ദ്രനല്ല, പതാക.
താഴെ വരും കണ്ടോ. ഇവിടെ താമര പിടിക്കും. ഇതിങ്ങനെ വയ്ക്കുന്നത് ഗദ, ഗദ കാണിക്കാനാണ്. തിരിച്ചത് ഇങ്ങനെ പിടിച്ചാലും ഗദയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മതി, ഗദ. ഓക്കെ. ചിന്മയ രൂപം പറയുമ്പോൾ താഴേന്ന് പൊങ്ങി നമ്മളിങ്ങനെ നിവർന്നു വന്ന് നിൽക്കുക. അപ്പോൾ ശംഖചക്രഗദ ചിന്മയ രൂപം വെങ്കടാചല നിലയം. വീണ്ടും വെങ്കടാചല നിലയാണ്. അപ്പോൾ ആ വെങ്കടാചല നിലയത്തിന് വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം അങ്ങനെ എടുക്കുക. വൈകുണ്ഠപുരവാസം. പിന്നെ എല്ലാം തട്ടുമിട്ട്. പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രഗദ ചിന്മയരൂപം മൂന്നാമത്തെ വെങ്കടാചല നിലയം. അതിനെങ്ങനെയായിരുന്നു? വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. ഇങ്ങനെ നമ്മൾ നിൽക്കുക. കാല് സ്വസ്തികം വച്ചാൽ മതി. അതല്ല കഴിയുന്നവരാണെങ്കിൽ അതിങ്ങനെ പൊക്കി താഴ്ന്നു കിടക്കുക. ഓക്കെ. ഇത്രയാണ് അതിൻ്റെ പല്ലവി ഭാഗം. നിങ്ങൾക്ക് കിട്ടിയല്ലോ? കിട്ടിയോ? അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒന്ന് എടുത്തേ. ഇതെടുത്തേ. വെങ്കടാചല നിലയം വൈകുണ്ഠ. അതിൽ യംന് വരണമായിരുന്നു കേട്ടോ. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവതാതേത പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രഗദ ചിന്മയരൂപം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. ഓക്കെ. പിന്നെ അത് തീർത്ത് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത ബിറ്റ് വരികയാണ്. തര 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 ത. അപ്പോൾ 1 2 3 4 1 2 3 എടുത്ത് തര 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 ത തര 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 ത. കൈ നേരെ പിടിച്ചു പോ. 1 2 3 4 ചവിട്ടുന്നില്ല കേട്ടോ. തത 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 ത തത 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 ത. ഞാൻ പറഞ്ഞില്ല ഏറ്റവും എളുപ്പത്തിലാണ് ചെയ്യണത്. 3 4 തത 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 ത തത 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 ത തത 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 ത. രണ്ട് ദിത്യത്തെ എടുത്തിട്ട് ഇത് തത 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 1 2 1 2 1 2. ഓക്കെ. അത്രയേ ഉള്ളൂ. സിമ്പിൾ ബിറ്റ്. ദെൻ അംബുജോദ്ഭവ വിനുതം അഗണിത ഗുണനാമം. അംബുജോദ്ഭവ വിനുതം പൊക്കിളിൽ നിന്ന് അംബുജോദ്ഭവ വിനുതം ബ്രഹ്മാവ്. ഓക്കെ. കാല് കയറ്റി വയ്ക്കുക. വിനുതം 3 പ്രാവശ്യം പോവിട്ടു. വീണ്ടും അത് തന്നെ. അംബുജോദ്ഭവ വിനുതം അഗണിത ഗുണനാമം. അനേകം നാമഗുണങ്ങളോട് കൂടിയവൻ. ഓക്കെ. അപ്പോൾ അംബുജോദ്ഭവ വിനുതം അഗണിത ഗുണനാമം. ഇവിടെ നിന്ന് ചെയ്തുകൂടെ അഞ്ജലി? എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടെ നോക്ക്. ഓക്കെ. അപ്പോൾ അത് 2 പ്രാവശ്യം അങ്ങനെ വരും കേട്ടോ. മൂന്നാമത് ഒരെണ്ണോടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അംബുജോദ്ഭവ വിനുതം അഗണിത ഗുണനാമം. ഇതൊക്കെ മാറ്റി മാറ്റി നമുക്ക് വേണേൽ എടുക്കാം. മൂന്നാമത്തെ അംബുജോദ്ഭവത്തിന് 4 മുഖങ്ങളോട് കൂടിയ ബ്രഹ്മാവ് എന്ന് വേണേൽ എടുക്കാം. ഓക്കെ. നിർബന്ധമില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ അത് അത്രയും ബുദ്ധിമുട്ടിലേക്ക് വരാതെ എളുപ്പത്തിൽ പഠിക്കാനുള്ളൊരു ഐറ്റം. ഇപ്പോൾ ഉത്സവ സീസണൊക്കെ അല്ലേ, പഠിച്ചാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ താഴെ ഇടാം. ആ പാട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പം മൂന്നാമത്തത് അംബുജോദ്ഭവ വിനുതം അഗണിത ഗുണനാമം. തുമ്പുരു താതേതേത നാരദൻ. തുമ്പുരു നാരദ ഗാനവിലോലം. തുമ്പുരു നാരദ ഗാനവിലോലം. അംബുധി ശയനം. അതായത് സമുദ്രത്തിൽ ശയിക്കുന്നയാൾ. കൈ ഇങ്ങനെ വച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അംബുധി ശയനം ആത്മാഭിരാമം. നമ്മളുടെ മറ്റ് സാധാരണക്കാരുടെ ആത്മാവിന് അഭിരാമമായിട്ടുള്ളവൻ, സന്തോഷമായിട്ടുള്ളവൻ.
എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ചാടിയിരുന്ന് എഴുന്നേക്കണം. മാഭി രാമം വെങ്കടാചല നിലയം. ഞാൻ മാറ്റുന്നില്ല, നിങ്ങൾക്ക് മാറ്റിയിടാം. വെങ്കടാചല നിലയം വൈകുണ്ഠ പുരവാസം. 1 2 3 4 ബാക്കിലേക്ക് ഇറങ്ങി. അപ്പോൾ അടുത്ത ബിറ്റ്, അടുത്തത് ഇത് 3 4 തെയ്യും തത്ത ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത അല്ല ധിത്ത് തൈ. 3 4 തെയ്യും തത്ത ധിത്ത് തൈ ഒരു കൈ തെയ്യും ധിത്ത് തൈ ധിത്ത് തൈ. 1 2 3 എടുക്കുക. 1 2 3 1 2 3 1 2 1 2 1 2 1 2 1 2 1 2. ഇങ്ങനെ എടുക്കണേ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കണേ ഇങ്ങനെ എടുക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് അടുത്ത ബിറ്റ്. അതായത് 2 ചരണം ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അനുപല്ലവി കഴിഞ്ഞ് വന്ന ബിറ്റ് ഇതാണ് കേട്ടോ. വളരെ എളുപ്പം. 1 2 3 4 ധിത്ത് തൈ ധിത്ത് തൈ 1 2 3 4 ധിത്ത് തൈ തൈ 1 2 3 1 2 3 1 2 1 2 1 2. ഓക്കെ. ഞാനിങ്ങനെ കളിക്കുമ്പോൾ എനിക്കൊരിക്കൽ ഒരാൾ മെസ്സേജ് ഇട്ടിരുന്നു, പ്രാക്ടീസ് ഇല്ല അല്ലേ സാറേ എന്ന്. ശരിക്കും പ്രാക്ടീസ് കുറവാണത് ഒന്നാമത്തെ കാര്യം. 2 നമ്മളിതിൻ്റെ കൂടെ ചത്ത് കളിക്കാൻ പറ്റൂല. ഈ പറച്ചിലും ഇതെല്ലാം കൂടെ പറ്റൂല. പാടുകയും ചെയ്യണം, പറയുകയും ചെയ്യണം, കളിക്കുകയും ചെയ്യണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഓഡിയോ വച്ചാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതേ തൽക്കാലം നിവൃത്തിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അവരോട് കളിക്കാൻ പറയണത്. അവരാണ് എന്നേക്കാൾ കഷ്ടമാണ്, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ മടിയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുക? ശരി, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഏതായിരുന്നു? സാഹിത്യം ഏതായിരുന്നു? അടുത്തത് പാഹി പാണ്ഡവ പക്ഷം. അതായത് കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്ത് ആയിരുന്നു, അതിന് പാഹിമാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ എളുപ്പം കാണിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ കൃഷ്ണൻ പാഹി പാണ്ഡവ പക്ഷം, അതായത് ഗീതോപദേശം ചെയ്തതാണ്. അല്ലെങ്കിൽ പാഹി പാണ്ഡവ പക്ഷം എന്നെടുക്കണം. അതായത് കുതിര ഓടിക്കുന്നയാളായിട്ട് നിന്ന് ഗീതോപദേശം കൊടുത്തത് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം. പാഹി പാണ്ഡവ പക്ഷം കൗരവ അമ്പെയ്യുന്നത് പോലെ കൗരവ മദഹരണം. മദഹരണം അഹങ്കാരം ശമിപ്പിച്ചവൻ എന്നുള്ള കൗരവ മദഹരണം. ബാഹുപരാക്രമപൂർണം. ബാഹുപരാക്രമപൂർണം എന്ന് വെച്ചാൽ 2 കൈകളും ഏത് പരാക്രമം ചെയ്യാനും പൂർണ്ണമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഹു പരാക്രമ പൂർണം, ഇത് ഒരെണ്ണം. വീണ്ടും അത് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറി വേണമെങ്കിൽ എടുക്കാം. പാഹി പാണ്ഡവ പക്ഷം കൗരവ മദഹരണം ബാഹുപരാക്രമ. 2 എടുത്തോട്ടെ. ബാഹു പരാക്രമ പൂർണം. അഹല്യാശാപ ഭയനിവാരണം. റെപ്പറ്റീഷൻസ് അധികമില്ല, അതാണ് ഇതിൻ്റെ ഒരു സുഖം. അപ്പം അഹല്യാശാപ ഭയനിവാരണം എന്ന് പറയുമ്പോൾ രാമൻ അഹല്യ കാല് വച്ചു, അനുഗ്രഹം കൊടുത്തു, ഭയം അരാളം പിടിച്ച് ഭയ നിവാരണം. നിവാരണം വെങ്കടാചല നിലയം എന്നാണ് വരിക. നിലയം. അപ്പോൾ അത് തീർന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാഹിത്യം മനസ്സിലായി ഞാൻ ഓർക്കണു. പാഹി പാണ്ഡവ പക്ഷം കൗരവ മദഹരണം ബാഹു പരാക്രമ പൂർണം അഹല്യ ശാപ ഭയ നിവാരണം വെങ്കടാചല നിലയം. ഓക്കെ, ടര 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 ടര. വീണ്ടും അത് തന്നെ എടുത്ത് നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് തെയ്യും തത്ത തെയ്യും ത അത്രേ വരുള്ളൂ. 3 4 തദ 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 ത. ലെഫ്റ്റ് തദ 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 ത. ഓക്കെ, തദ 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 തദ. തിരിഞ്ഞു വാ. 3 4 തദ 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 തദ
തദ തദ തദ തദ. സമം സമം. ഓക്കെ. തദ 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 തദ. ഓക്കെ. അപ്പോൾ എളുപ്പം കഴിഞ്ഞില്ലേ? എടുത്ത് തന്നൊരുത്തരെ 3 4 തദ 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 തദ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ കൈ ക്രോസ് ചെയ്തെടുക്കരുത് കേട്ടോ. 1 2 3 1 2 3 1 2 3. ഒരു ഭംഗിക്ക് എടുക്കണം. ഓക്കെ. ലാസ്റ്റ് അതിൻ്റെ ചരണം വരുന്നത് സകല വേദ വിചാരം സർവജീവനികരം. സകല വേദ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളിലും ചിന്തിക്കുന്ന, എല്ലാ വേദങ്ങൾക്കും ചിന്തയായിട്ടുള്ളത്, അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്, അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സകല വേദ വിചാരം, വിചാരം ചിന്തയായിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പം സകല സകല ഇതിപ്പോൾ 1 കോടി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും നമ്മൾ. അല്ലെങ്കിൽ 4 വേദങ്ങളിലെയും വിചാരം. സകല വേദ വിചാരം സർവ ജീവ നികരം. എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആത്മാവായിട്ടുള്ളത്, എല്ലാത്തിൻ്റെയും ഉള്ളിലത്തെ ശക്തി, ദ സോൾ നമ്മൾ പറയില്ലേ, ഒരു ഇന്നർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സകല വേദ വിചാരം സർവജീവനികരം. ഓക്കെ. അത് 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. സകല വേദ വിചാരം ഇങ്ങനെ എടുക്കാം. വേദവിചാരം സർവജീവ നികരം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കാം. പ്രകാശം, സർവജീവ നികരം, ഒരു പ്രകാശം ഇങ്ങനെ എടുത്താൽ മതി. പ്രകാശം, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലെ പ്രകാശം. ഓക്കെ. മകരകുണ്ടലധര മദന ഗോപാലം. അപ്പം 1 2 3 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ. അപ്പം മകരകുണ്ടലധര മദന ഗോപാലം. ഓക്കെ. ഭക്തപോഷക ശ്രീ പുരന്തര വിഠലം. നല്ലൊരു സംഗതി എനിക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭക്തപോഷക ശ്രീ ഭക്തപോഷക ശ്രീ, നല്ല ഭക്തന്മാരിൽ ഉയർന്ന പുരന്തര വിഠലം. ഈ പുരന്തര വിഠലം എന്നുള്ളത് പുരന്ദരദാസിൻ്റെ കൃതി ആയതുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ പുരന്തര വിഠലം, ആ പുരന്തരന് അനുഗ്രഹമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് എടുത്തേ? ഭക്തപോഷകശ്രീ, ഭക്തപോഷകശ്രീ പുരന്തര വിഠലം. ഒരു തവണ എങ്ങനെ മകരകുണ്ഡലമുണ്ട്. മകര മദന ഗോപാലം. ഓക്കെ. ഉയർന്നത് എടുക്കണേ. അപ്പം ഭക്തപോഷക ശ്രീ പുരന്തര വിഠലം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. വീണ്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കിങ്ങനെ എടുക്കാം. ലാസ്റ്റത്തെ വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രധര ചിന്മയരൂപം വെങ്കടാചലനിലയം വൈകുണ്ഠപുരവാസം പുരവാസം പുരവാസം പുരവാസം. ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഏത് രീതി വേണമെങ്കിലും മാറ്റാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ പാട്ടിലെ മുഴുവൻ സാധനങ്ങളും പറഞ്ഞതുകൊണ്ട് പഠിക്കാൻ കൺഫ്യൂഷൻ വരില്ല. പാട്ടിൻ്റെ ലിറിക്ക് ഞാൻ താഴെ ഇട്ടോളാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സെമി ക്ലാസിക്കൽ പഠിക്കൂ. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് ഇപ്പം
ടെമ്പിൾ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ അതിൽ ചെയ്യും. ഓക്കെ, പുതിയൊരു ഫിലിം സോങ്ങിൻ്റെ കമ്പോസിഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ്, ലവ് യു.